എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അനാഥാലയത്തിൻ്റെ മറവിൽ നടന്ന തട്ടിപ്പുകളെ പറ്റിയിട്ടാണ്. അതിനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ ക്ലിയർ ആക്കുന്ന ഒരു വോയിസ് കോൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ഷെഫീന ബീഗം എന്ന് പറയുന്ന ആ ഒരു സഹോദരിയുടെ ചാനലിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു അനാഥാലയത്തിൽ നടന്ന തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരുപാട് പങ്കുവഹിച്ച ഒരാളാണ് ഷെഫീന ബീഗം എന്ന് പറയുന്ന ആ ഒരു സഹോദരി. ആ ഒരു കാര്യത്തിൽ നമുക്ക് അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടതുണ്ട്. കാരണം അവരുടെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും അവർക്ക് ഒരുപാട് വയ്യായികകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നിട്ട് അതുപോലും വകവയ്ക്കാതെ ഈ ഒരു സംഭവം പുറത്ത് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അവർ അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ച ഒരു ലേഡിയാണ്. അവരുടെ കാര്യം ഈ ഒരു അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. ഇത് ഇന്ന് പുതിയതായിട്ട് വന്ന ഒരു വോയിസ് മെസ്സേജാണ്. ഇതിനകത്ത് ഉള്ളതെന്ന് വെച്ചാൽ അനാഥാലയത്തിൽ വച്ച് അവിടെ നടന്ന കൊള്ളരുതായ്മകളെ പറ്റിയിട്ട് ഈ ഒരു വീഡിയോയിൽ വളരെ സ്പഷ്ടമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്നിട്ടും മനസ്സിലാവാത്ത ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത്രയേറെ തെളിവുകൾ മുന്നിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ഗിരിജ അഥവാ അമ്പിളി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാഞ്ഞത് എന്നോർക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ്. സാധാരണപ്പെട്ട ആരെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ മുഖവിലേക്ക് എടുത്ത് പറയുന്നതിനെ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നല്ല ഒരു ഉത്സാഹമുള്ള പോലീസാണ് നമ്മുടെ കേരള പോലീസ്. പക്ഷേ ഇത്രയും വലിയൊരു ഫ്രോഡിനെ, അതായത് ആ ഒരു അനാഥാലയത്തിൽ നടന്ന തട്ടിപ്പുകൾ, ലക്ഷങ്ങളുടെ തട്ടിപ്പുകൾ, അത് പോട്ടെ, ആ ഒരു തട്ടിപ്പ് നമ്മൾ അപ്പുറത്തോട്ട് മാറ്റി വെച്ചാൽ പോലും കുട്ടികളോട് ചെയ്ത ക്രൂരതകൾ, അതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന അന്തേവാസികൾക്ക് ഫുഡ് പോലും കൊടുക്കാതെ നടത്തിയ ക്രൂരതകൾ, ഇതൊക്കെ മുന്നിലുണ്ടായിട്ടും ആ ഒരു സ്ത്രീക്ക് ഒരു തരത്തിൽപ്പെട്ട അറസ്റ്റോ കാര്യമോ ഒന്നും മുന്നോട്ട് വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതുമാത്രമല്ല, ആ ഒരു അനാഥാലയത്തിൽ വെച്ച് ഒരു കുട്ടി ഗർഭിണിയാകുന്നു. 3 മാസം ഗർഭം ധരിച്ചതിന് ശേഷം വിവാഹം കഴിച്ച് സ്വന്തം മകന് എന്നെ കൊടുക്കുന്നു. കാരണം മകനാണ് എൻ്റെ ഉത്തരവാദി. ഇത്രയൊക്കെ ആയിട്ടും അവർക്ക് നേരെ കണ്ണടയ്ക്കുന്ന നിയമം എന്തുകൊണ്ടാണെന്ന് അറിയില്ല. സാധാരണ എന്തെങ്കിലും ഒരു ചെറിയ ന്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ അതിനെ ഒരു ചർച്ചയാക്കും. പിന്നെ ചർച്ചകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ അതിനെപ്പറ്റി ചാനൽ ചർച്ചകൾക്ക് പിന്നെ ഒരു റെസ്റ്റ് ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഈശ്വറിനെ പോലുള്ള ചർച്ച ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയുള്ള ആളുകളൊക്കെ പ്രതികരിക്കുന്നതായിട്ട് ഞാൻ എവിടെയും കണ്ടില്ല. ഇനി എൻ്റെ പ്രശ്നമാണോ ഞാൻ കാണാത്തതാണോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഷാജൻ സ്കറിയ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ചാനലിൽ ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച്, ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ടും അദ്ദേഹം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കാണാത്തതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇനി സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് എന്തായാലും ആ ഒരു അനാഥാലയത്തിൽ നടന്ന കൊള്ളരുതായ്മകളെ പറ്റി തുറന്നു പറയുന്ന ഒരു വോയിസ് മെസ്സേജാണ്. ആരും മിസ് ചെയ്യരുത്, സ്കിപ്പടിച്ച് പോവരുത്, ക്ഷമയോടുകൂടി കേൾക്കുക. നിങ്ങൾ കൊണ്ട് പരമാവധി എത്രത്തോളം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നോ നിങ്ങൾ അത്രത്തോളം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഇങ്ങനെ മൗനമായിട്ട് ഇരിക്കേണ്ട ഒരു വിഷയമല്ല. ഇത് എല്ലാവരും ഇടപെടണം ഈ ഒരു വിഷയത്തിൽ മാധ്യമങ്ങൾ മൗനം ഭജിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മൗനം ഭജിക്കാൻ പറ്റില്ല. പരമാവധി ആളുകളിലേക്കൊക്കെ എങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് ഈ ഒരു വിഷയത്തെ എത്തിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു വോയിസ് കോൾ കേട്ടിട്ട് വരാം. പോയിട്ട് അവർ സംസാരിച്ചു. അവർ പറഞ്ഞു പിന്നെ കുഞ്ഞുങ്ങളെല്ലാം മാറ്റി 4 സ്ഥലത്തേക്കാണ് മാറ്റിയത്. പിന്നെ നമുക്ക് ഇങ്ങനെ കംപ്ലൈൻറ്റ് ഇവിടെ കിട്ടിയായിരുന്നു. അന്ന് ദിവസം തന്നെ ഞങ്ങൾ അവിടെ പോയി അന്വേഷണം നടത്തി. അത് സത്യമാണെന്ന് കണ്ടെത്തി. ആദ്യം വിളിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും കൂടെ വന്നാണ് ഞങ്ങൾ മാറ്റിയത്. കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? ഉണ്ട്, സേഫ്. അതുകൊണ്ടാണല്ലോ മാറ്റിയത് കുഞ്ഞുങ്ങളെ. അതെ, എക്സാക്ട്ലി. അല്ലാതെ ഇവർ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലോ. അല്ലല്ല, അതെ. പിന്നെ അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ പിന്നെ കുട്ടികളോട് സംസാരിക്കണം. നല്ല ഇതിൽ ഇപ്പോൾ അടുത്ത് ചാർജ് കൊടുത്ത സുനിൽ എന്ന് പറഞ്ഞ സാറിന് കൊടുത്തേക്കുന്നത്. ആർക്കാ? സുനിൽ. മറ്റേ ആളെ മാറ്റിയപ്പോൾ 3 പേരേ ഉള്ളൂ. ഞങ്ങൾ ഇത് ലേറ്റായിട്ട് ചെന്നത് കേട്ടോ. ഭയങ്കര മഴയാണ്. ഞങ്ങൾ ഓട്ടോയിലാണ് പോയി. ഞങ്ങൾക്ക് വഴിയൊക്കെ തെറ്റിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തെ അമ്മമാരൊക്കെ വന്നു. ഇനി അവിടെ എന്തൊക്കെ നടന്നു നമുക്കറിയില്ല കേട്ടോ. അന്നേരം ആ സമയത്തൊക്കെ വന്ന് എല്ലാവരും ദേഷ്യപ്പെട്ട് കാണുമായിരിക്കാം. ഭക്ഷണം കൊടുക്കുന്നില്ല എന്നുള്ളതല്ലേ വലിയ വിഷയം. അതൊക്കെ കറക്റ്റ്. ഞങ്ങൾ ആ കുട്ടിയെടുത്ത് പോയി. 3 പിള്ളേരും ഒരു അമ്മയുണ്ട്. അവരെടുത്ത് പോയി ഞങ്ങൾ അവരോട് സംസാരിച്ചു. അത് പറഞ്ഞു ഈ മേഡമൊക്കെ യൂട്യൂബർ പകല കാര്യങ്ങൾ സത്യം കേട്ടോ.
എല്ലാ കാര്യങ്ങളും സത്യമാണ്, എല്ലാ കാര്യങ്ങളും 100%. കാരണം ഞങ്ങൾ പോയി നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു മനസ്സിലിരിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് അവർ ഞങ്ങളോട് അന്നേരം ഞാൻ ചോദിച്ചു, അന്നേരം ഈ മേവര് തന്നെ പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങോട്ട് മാറ്റാൻ കാരണം എന്തോന്നു. ജീവമാണ് പറഞ്ഞാൽ അവർക്ക് ലൈസൻസ് ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു. ലൈസൻസ് ഞങ്ങളത് ഇൻസ്പെക്ഷനൊക്കെ പോകാറുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ കുഞ്ഞുങ്ങളെല്ലാം നമ്മളോട് അവർ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചാൽ ആയിരിക്കാം, അവരെന്നെ പറഞ്ഞു ആയിരിക്കാം അവര് നമ്മളോട് ഇങ്ങനെ സംസാരിക്കാം, എല്ലാം ഓക്കെയാണ്. പക്ഷേ പിന്നെ ഇങ്ങനെ ഒരു ഇതുണ്ട്, നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളെന്താ പറയുന്നത്, നമ്മളോട് ഞങ്ങൾ കാണാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവരുടെ അടുത്ത് പോകാനോ അങ്ങനെ നമ്മൾ സമ്മതിക്കത്തില്ല. പിന്നെ മുൻപോട്ട് വരുന്തോറും ഈ കൊച്ചുങ്ങൾ എന്തെങ്കിലും കാര്യം അവരോട് അവരെല്ലാം ബ്രേക്ക് വെച്ചേക്കോ, അവരെ പേടിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു കേട്ടോ. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടി. എന്റെ പൊന്നു മേடம் സത്യം കേട്ടോ, ദൈവദൂതനാണ് നിങ്ങളൊക്കെ. കാരണം ആ കുഞ്ഞുങ്ങൾ അവർ രക്ഷപ്പെടുത്തി. ആ ഒരൊറ്റ ദിവസം ഞങ്ങൾ ഇവരിൽ നിന്ന് കണ്ടപ്പോഴും കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എന്തോ ഒരു അന്തരം ഉണ്ടെന്നറിയാമോ. കുഞ്ഞുങ്ങളെ സന്തോഷം, പെട്ടെന്ന് കുഞ്ഞുങ്ങളെ മാറ്റങ്ങൾ സംഭവിച്ചത്. അവിടെ നമ്മൾ ആ മക്കളാ മന്ദിരത്തിലുണ്ടല്ലോ എന്ത് ഹാപ്പി ആയിട്ട് അവർ ഓടിച്ചാൽ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങളെല്ലാം അവർക്ക് കഴിക്കാം. അവർ മൊത്തം സെർവ് ചെയ്യാൻ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് എന്തോ ഒരു ഹാപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ പിന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കേട്ടോ. അവിടെ അവർക്കല്ല, അവർ പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം അറിയാം. നമ്മൾ അവിടെ തലപ്പത്തിരിക്കുന്നവർ പറയുന്നില്ലേ ഇവർക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും ഇത്തിരി കൂടിയ റാംപറപ്പായി പോയി. റാംപറപ്പ് ഒന്നും ചെറുതൊന്നുമല്ല. എന്നിട്ട് ഞങ്ങൾ ഇവളോട് വന്ന് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ചേച്ചി ഞങ്ങൾക്ക് പല ദിവസം 3 ദിവസങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ശരി ഫുഡൊക്കെ എങ്ങനെയായിരുന്നു എൻ്റെ മുന്നേ ചേച്ചി പറയായിരിക്കുന്നത്. രാവിലെ പുറത്തുനിന്നായിരിക്കും അപ്പോൾ ഓർഡർ ചെയ്യുന്നത്, കറി ഇവിടെ ഉണ്ടാക്കും. ചില ദിവസങ്ങളിലാണെങ്കിൽ പിന്നെ കഞ്ഞികളായിരിക്കും, കഞ്ഞിയാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വരും. പക്ഷെ കഴിക്കാൻ പറ്റത്തില്ല, അതുപോലെ അളിഞ്ഞു ഒളിഞ്ഞിരിക്കുന്നതാണ്. പിള്ളേർ മിക്കവാറും ദിവസങ്ങൾ പിള്ളേർ കഴിക്കാതെ പോകുന്നത്. പല ദിവസങ്ങളിൽ അവർക്ക് ഉച്ചയ്ക്ക് മുളക് ചമ്മന്തി അവർ കഴിച്ചിട്ടുള്ളത്. അവസാന നിമിഷം വന്ന് സാമ്പാർ മുളക് ചമ്മന്തി ഉള്ളായിരുന്നു പറഞ്ഞു. ഇട ദിവസങ്ങളെല്ലാം ഈ കറക്റ്റ് ആയിട്ട് ഇവർ ഇവിടെ വയ്ക്കുന്ന ഫുഡ് കഴിക്കത്തേ ഇല്ല ഈ മേഡം ഒന്നും. അവർക്ക് അപ്പുറത്ത് ചിക്കനും മീനും കുന്തവും കുറച്ചൊക്കെ അപ്പുറത്താണ്. ഇവർക്ക് എങ്ങനെയെങ്കിലും പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സന്തോഷമുള്ള അന്നദാന ദിവസമായിരുന്നു. അന്ന് എല്ലാവരും ഹാപ്പിയുമാണ്. അത് ഇവർ കഴിക്കാൻ വരും, അത് കഴിക്കാൻ അവിടെ നിന്നെല്ലാം വരും, അത് കഴിക്കാൻ വരുമെന്ന് പറഞ്ഞു. അത് ചില പിന്നെ എന്നിട്ട് പറഞ്ഞു ഈ കൊച്ചൊത്തിരി അത് അന്ന് ഈ പിള്ളേർ ഇവിടുന്ന് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ 2 അച്ഛന്മാരാണ് കേട്ടോ. ആദ്യത്തെ അച്ഛനെ അവർ സാമ്പത്തികം അവർക്ക് വസ്തു ഇട്ടുണ്ടെങ്കിലും അന്ന് അങ്ങനെ പണങ്ങി ആ വീട്ടുകാർക്ക് ബന്ധുക്കൊക്കെ സമ്മതിക്കല്ലോ, അയാൾക്കൊന്നും ഇല്ലാതെയായിരുന്നു ആ പയ്യനെ. അന്ന് ഇവരെല്ലാവരും അവനെ മാറ്റി കളഞ്ഞിട്ട് പിന്നെ അടുത്തവനെ ഈ കൊച്ചു സ്നേഹിച്ച് 2 കൊച്ചുങ്ങളുണ്ടായത്. അപ്പം മറ്റവർ കാണിയും വേണ്ടി ഉണ്ട്, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ട് സഹകരണമൊന്നുമില്ല. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ 2ാം ദിവസം ഈ കൊച്ചിനെ ഉപദ്രവിക്കുമായിരുന്നു, മൂത്ത കൊച്ചിനെ. അങ്ങനെ പ്രശ്നം വന്നതും ഇങ്ങനെ ഒരു പ്രശ്നം അങ്ങനെയാണ് ഈ പ്രശ്നം രൂക്ഷമായതും. അന്ന് ആ ചെയർമാന് ഇവരുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ വന്നിരിപ്പുണ്ട്, ബാക്കി മേഡം എല്ലാം ഇരിപ്പുണ്ട്. വേറും സെക്സ് ചേർന്ന വേറും മോശമായ രീതിയാണ് അന്നായി നമുക്ക് പ്രതികരിക്കാൻ അറിയത്തില്ലായിരുന്നു അന്നൊന്നും ഈ ചെയർമാൻ സംസാരം. പക്ഷെ ദേവൻ തമ്പുരാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടല്ലോ, അയാൾക്ക് ആ ഒരു കേസിൽ തന്നെ അയാൾക്ക് പെടേണ്ടതായിട്ട് വന്നില്ലേ. അതും പോട്ടെ. എന്നിട്ട് ഇവള് പറഞ്ഞു ചേച്ചി അന്ന് ഞങ്ങൾ കുറേ തുണികൾ എനിക്ക് വാങ്ങിച്ചു. എനിക്ക് വണ്ണമുള്ളതാ, അവൾക്ക് വണ്ണയിൽ നെറ്റോല് പോലും ഇരിക്കുന്നു വെച്ചാൽ അതെല്ലാം ഷേപ്പൊക്കെ അടിച്ചേ കൊച്ചു കൊണ്ടുവന്നു. എൻ്റെ പൊന്നെ മേഡം ആ തുണിയൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഞാൻ കണ്ടപ്പോൾ അതിശയപ്പെട്ടു പോയി. ഈ 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ കൊച്ചി ഈ തുണികളൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞു ഞാൻ ചേച്ചി മോളെ നിങ്ങൾക്ക് തുണി വല്ല എൻ്റെ പൊന്നെ ചേച്ചി ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും വാങ്ങി തന്നിട്ടില്ല. ഈ പിള്ളേർക്കും ഓരോരുത്തർക്കും കൊണ്ട് അതല്ല പോട്ടെ. സായിപ്പ് മദാമേ വന്നായിരുന്നു. ഈ സായിപ്പ് മദാമേ വന്നപ്പം ഈ കൊച്ചുങ്ങൾ ഈ 3 പിള്ളേരെല്ലാം അടയ്ക്കാൻ കൂടി ഇരിക്കുന്ന കൊച്ചു പിള്ളേരാണ്. ഈ പിള്ളേർ ഈ തള്ളയെല്ലാം കൂടെ കൊണ്ടുവന്നു ഇവരെന്തോ ഇംഗ്ലീഷ് പറഞ്ഞ് ഇവർക്ക് അറിയത്തില്ല. അവിടെ നിന്ന് സംസാരിച്ചു. പിന്നെ ഈ സായിപ്പ് എല്ലാം കൂടെ പോയി ഒരു കെട്ട് സാധനം കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്തു. അതിനകത്ത് പാവയുണ്ട്, തുണിയുണ്ട്, വേറെ എന്തൊക്കെ പാക്കറ്റിനകത്ത് ഇവർക്ക് അറിയത്തില്ല. ഇത്രയും സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഈ പിള്ളേർ ഈ സായിപ്പിനെ മുമ്പ് വെച്ച് തന്നെ സായിപ്പിനെ പൊട്ടിച്ച് മദാമയും കൂടെ ചേർന്ന് ഈ ഉടുപ്പെടുത്ത് കാണിച്ച് ഇങ്ങനെ ചേർത്തൊക്കെ വെച്ച് അതൊക്കെ ചെയ്തു. ഇതെല്ലാം പോയപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ പന്ന പെണ്ണുമ്പോൾ അത് മൊത്തം എടുത്ത് ഇതുവരെ കൊടുത്തിട്ടില്ല അവർക്ക്. എനിക്കത് അതും പോട്ടെ. ഈ ഓരോരുത്തർ പണ്ട് കാലങ്ങളിലൊക്കെ ഇപ്പൊ ഓരോരുത്തർ പുതിയ തുണികളൊക്കെ അവിടെ കുഞ്ഞുങ്ങൾ കൊണ്ട് കൊടുക്കുന്ന കൊടുക്കുന്നു. അവിടെ കൊണ്ടുവന്നു ആ തുണികളെല്ലാം ഇവർ താമസിച്ച ഗോഡൌൺ ഉണ്ടെന്ന്, ആ ഗോഡൌണിനകത്ത് കയറ്റിയിട്ടേക്കുന്ന തുണികൾ. എന്നിട്ട് ഈ പ്രശ്നങ്ങൾ ഇത്രയായി കുഞ്ഞുങ്ങൾ കൊടുക്കില്ലാതെ വന്നല്ലോ. ആ സമയത്ത് അവിടെ നിന്നൊരു സ്റ്റാഫ് പറഞ്ഞു, രമ്യ ബാ ഞാൻ തുറന്നു തരാൻ എനിക്ക് ഇഷ്ടമുള്ള തുണികൾ. ഇപ്പൊ ഇവിടെ ആരുമില്ല, അവിടെ ആരും ഇല്ലല്ലോ. അവൾക്ക് ആവശ്യമുള്ള തുണികളൊക്കെ അതിനകത്ത് നിർത്തണം. ആ കൊച്ചു ബ്രേസർ ഈ പോകുന്നേരം ഞാനും അതിന്റെ ചേച്ചിയും കൂടെ ചേർന്ന ബ്രേസറും അടിയിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു ഞങ്ങൾ അത് അന്ന് കൊടുത്തു വിട്ടുണ്ടാ. നേരത്തെ കൊണ്ടുകൊടുത്താൽ ഇവർ കൊടുക്കത്തില്ല, ഞങ്ങൾക്ക് മനസ്സിലായി. ആ അവസാനം ഇവർക്ക് ഒന്നും അതിന്റെ ഹുക്കെല്ലാം പോയി. ഈ കൊച്ചി എന്ന് പറഞ്ഞാൽ മേഡം എനിക്ക് ഇന്ന സാധനങ്ങളില്ല, ഇല്ലെങ്കിൽ അതൊന്നും ഇടണ്ട, വാങ്ങിച്ചു കൊടുത്തിട്ടേ ഇല്ല. സ്കൂളിൽ പോകുന്ന കൊച്ചാണ് അഭിരാമി എന്ന് പറഞ്ഞത്. അത് ഷെഡ്യൂൾഡ് കാസ്റ്റുകൾ, എന്നാൽ അതിന് സ്റ്റൈഫിൽ കിട്ടുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആ കൊച്ചിനെ കിട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു ഇവിടുത്തെ സ്കൂളിൽ. എന്തായാലും അങ്ങോട്ട് മാറ്റുമ്പോൾ എന്തായാലും കിട്ടുമല്ലോ. ആ കൊച്ചിനോട് ചെരുപ്പ് കുട്ടി ഒന്ന് വാങ്ങിച്ചു കൊടുക്കാം, എന്റെ സാലറിന്ന് വിളിച്ചോളാം പറഞ്ഞു. ഈ കൊച്ചിന് അവിടെ ജോലിയൊക്കെ കൊടുത്തു. എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതിനൊക്കെ ഇവിടുന്ന സാലറി പറ്റത്തില്ലെന്ന് വാങ്ങിച്ചു കൊടുത്തില്ല. പിന്നെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ നിമിഷം ഈ കൊച്ചി ചെരുപ്പിടാതെ ഈ കാല് വേദന എടുത്താൽ സ്കൂളിൽ പോകുന്ന അല്ല. ഇപ്പോൾ വന്ന കാലത്ത് 6 കാലം ചെരുപ്പുണ്ടല്ലോ. അതുകൊണ്ട് ഈ കൊച്ചി ഇങ്ങനെ ഇരുന്ന് കരയും വിഷമിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവസാനം പറഞ്ഞ വർഷോടാണ് അവിടുത്തെ വർഷോടാണെന്ന് തോന്നുന്നത്. ആ കൊണ്ട് ഒരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുക ലാസ്റ്റിൽ. അത് കഴിഞ്ഞാട്ടാണ് വിഷയങ്ങളൊക്കെ വരുന്നത്. എണ്ണ അതൊക്കെ കറക്റ്റ് ആട്ടോ. എണ്ണ വിലയിലേക്കാനില്ല. സോപ്പ് മുറിച്ച് കൊടുക്കുന്ന കറക്റ്റാ. 10 രൂപയുടെ സോപ്പ് എത്ര പേരാണ് ഉപയോഗിക്കുന്നത്? അതെല്ലാം ഞങ്ങളൊന്നും പറഞ്ഞില്ല, അവൾ ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളതെല്ലാം. എന്നിട്ട് ഈ വീട്ടിൽ പോയിട്ട് കുഞ്ഞുങ്ങൾ വരത്തില്ലേ, ഇവർ കൊണ്ടുവരുന്ന എണ്ണയ്ക്കകത്ത് കുഞ്ഞുങ്ങൾ ഇവരെല്ലാം ഉപയോഗിക്കുന്നത്. ഇവർ സാധനം കൊണ്ടുവരുന്ന മിക്കവാറും സാധനം ഇവിടെ കയറ്റത്തില്ല, സമ്മതിക്കത്തില്ല അവര്. എന്നിട്ട് ഈ കൊച്ചിനെ ഈ മറ്റേ കൊച്ചിനെന്ന് പറഞ്ഞാൽ 2 വയസ്സോട് ആവുന്നേ ഉള്ളായിരുന്നു അന്ന്. ആ സമയത്ത് ഇപ്പോൾ 2 വയസ്സായി. ആ കുഞ്ഞിനെ അന്ന് പാമ്പേഴ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു ആ കൊച്ചു വീട്ടിൽ പോയപ്പോൾ. പാമ്പേഴ്സും പിന്നെ അതിന് വേറെ എന്തൊക്കെയോ ബേബി ക്രീമേ ഷാമ്പു. ആ കൊച്ചു പിള്ളേർ കൊച്ചിനോട് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനോട്. ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്തെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഫയർ ചെയ്തിട്ട് ആ കൊച്ചിനോട് വളരെ മോശമായിട്ട് പെരുമാറി. എന്നിട്ട് ആ സാധനം ഒന്നും കൊടുത്തില്ലെന്ന് അവരത് എടുത്തോണ്ട്. എന്ത് സ്ത്രീ എന്തൊരു ദുഷ്പത്തി അവർ കുഞ്ഞിനത് കൊടുത്തില്ല. എന്നിട്ട് മൂന്ന് ചിലവർക്ക് പീരീഡ്സ് കൂടുതൽ കാണും, കുറവ് കാണാം. ഈ 3 പാർട്സ് ഒരു ദിവസം കൊടുക്കത്തുള്ളൂ. അവർ പറയുവാണെങ്കിൽ അതിനകത്തിട്ട് ഉപയോഗിച്ചാൽ മതിയെന്ന് അവർ പറയുന്നത്. ചില പിള്ളേർ ദേഹത്തെല്ലാം അത് പറ്റും. അങ്ങനെയുള്ള എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ അവർ പറയുന്നത് ആ കൊച്ച്.
അവിടെ പിന്നെ വേറൊരു രഹസ്യം ഉണ്ടെന്ന് പറയാം. അത് മേലെ പറഞ്ഞാൽ മതി. ഈ പെൺപിള്ളാരും ഉണ്ടല്ലോ, ആൺപിള്ളാരെ അതിനകത്ത് വിളിച്ച് കയറ്റുമായിരുന്നു. അപ്പൊ എന്തൊരു സെക്യൂർ ഉണ്ട് അതിനകത്ത്. ഈ കൊച്ചു പറഞ്ഞു, ഈ അപ്പുറത്തെ ഒരു വീടിന്റെ അതെന്താ നോക്കിക്കോണം, അപ്പുറത്തെ ഒരു വീടിന്റെ മതിലിന്റെ മണ്ടയിൽ കൂടെ കയറ്റി ഇപ്പൊ ഇറക്കുന്നത്. മതിലല്ല, ഈ ഡ്രസ്സും ഇതുമായിട്ട് ഇങ്ങനെ ഇവരെ മതിലുമായിട്ട് യോജിച്ചതാ. അപ്പൊ അതുവഴി കയറി അകത്ത് കയറ്റി. അന്നേരം ഇവന്റെ ഇവിടെ മുറിയിലും അങ്ങനെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ടായിരിക്കും പിള്ളേരും കയറ്റിയത്. അങ്ങനെ പറയും ഇവിടെ ആണുങ്ങൾ വരുന്ന എല്ലാം. എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞായിരുന്നു, ഈ കൊച്ചി ഇവരെല്ലാരും പറഞ്ഞത് അവൾക്ക് അവളെ ഞാൻ ഈ അനാമികയെന്ന് പറഞ്ഞത് എന്ത് പ്രശ്നം ഇവർക്ക് കൂടുതലൊന്നും അറിയത്തില്ല. ഇതെല്ലാം അപ്പുറത്ത് വെച്ചാണ്ട് ഇവർ ഗ്രില്ല് കൂട്ടി കൊല്ലു. ഈ കൊച്ചി കിടക്കാൻ പിന്നെ കല്യാണത്തോടനുബന്ധിച്ച് അപ്പുറത്തെ വീട്ടിൽ പോയി കിടന്നത്. അത് പറഞ്ഞ് അവിടെ സ്ഥാപനം ഞാൻ പൂട്ടിയിട്ട് അടങ്ങത്തുള്ള അനാമിക പറഞ്ഞായിരുന്നു. എന്തോ അങ്ങനത്തെ വിഷയമൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു കൊച്ചിന്. അവൾ വന്ന് അവിടുത്തെ അവർ കൂട്ടുകാരോട് പറഞ്ഞു, ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞൊരു കൊച്ചിന് ആ കൊച്ചിനെ ഇവരെ ഉപദ്രവിക്കും കേട്ടോ. അതൊക്കെ കറക്റ്റാ, ശരിക്കും ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു. ഈ കൊച്ചിനെ ആക്ഷൻ എടുത്തില്ലേ കുട്ടികളെ ഉപദ്രവിച്ചേനെ? അതൊന്നും അറിയത്തില്ല. എന്നിട്ട് ഈ ഒരു ചൈനക്കാരിയോ ജപ്പാൻകാരി കൊച്ചുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ. ആ കുഞ്ഞിനെ ഇതുപോലെ ഉപദ്രവിച്ചായിരുന്നു. അത് ഞങ്ങൾ മഹിളാ മന്ദിരത്തിൽ ചെന്നപ്പോഴും പറഞ്ഞായിരുന്നു. ഇത് അവിടുത്തെ ഒരു സ്റ്റാഫ് അടിച്ചു. അതുകൊണ്ട് ഈ വർഷ എന്ന് പറഞ്ഞ കൊച്ചു പേരക്കമ്പ് ഒത്തിയിട്ട് കൊച്ചിനെ കൊണ്ട് അടിച്ചു. ആ കൊച്ചിനെ അവിടെ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. എല്ലാ പിള്ളേരും ശരിക്കും ഉപദ്രവിക്കും, ശരിക്കും അവർ ഉപദ്രവിക്കും എന്ന് പറഞ്ഞു. ശരിക്കും ഉപദ്രവിക്കും. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഇതാ വേസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ അമ്മമാർ അവിടെ നിന്ന് റൂമും കണ്ട് ആ മൂത്രവും മലമൊക്കെ ഇല്ല, അത് കഴുകി ഈ പിള്ളേർക്ക് ഫുഡൊക്കെ കഴിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടോട്ടായി ഒഴിക്കുന്ന ഒരു വെച്ചിട്ടുണ്ടെന്ന്. ഭയങ്കര ദുർഗന്ധമാണെന്ന് പറഞ്ഞു. ഒത്തിരി അങ്ങനെ അതിനകത്തൊന്നും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അവിടെ ഗ്രേറ്റ് കൂട്ടിയിട്ടില്ല, അങ്ങോട്ട് അകത്തോട്ട് പോകാൻ പറ്റത്തില്ല. അവർക്ക് ഇങ്ങോട്ട് പുറത്തോട്ട് അവരവരുടെ ദൈവം നമ്പറാവും. ഞങ്ങൾ നിലകൾ കേട്ടോണ്ടാ ഞങ്ങൾ അതിന് വന്ന് രക്ഷപ്പെട്ടു. ഞങ്ങൾ എത്രയോ നാൾ കൊണ്ട് ദൈവത്തോട് നിലവിളിക്കുവാണ്. എങ്ങനെയെങ്കിലും ചേച്ചിമാർ ഇനി അവിടെ നിന്ന് കൊച്ചിങ്ങനെ ഒരു കേസ് എൻ്റെ 25-ാം തീയതി വിളിക്കുന്നുണ്ട്. അതിന് ശേഷമേ നമുക്ക് അറിയത്തുള്ളൂ. എന്തായാലും ഇവരിഞ്ഞ് വിടുമെന്ന് പറയുന്നുണ്ട്. ട്രയൽ വരണം, അതനുസരിച്ച് ചോദിച്ചതിന് ശേഷമേ അത് വിടാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ്. ജാമ്യം കിട്ടുമല്ലേ ആർക്ക്? ഇവർക്കോ? ആർക്ക്? മറ്റേ ഗിരിജയ്ക്ക് ജാമ്യം കിട്ടിയെന്നില്ല. അതൊന്നും അറിയത്തില്ല. കാണത്തില്ല. അറിയത്തില്ല. ഞാൻ അവിടെ നമുക്ക് ബാക്കി ഇവിടെ പിള്ളേരൊന്നും നമുക്ക് അവിടെ യാതൊരു കോൺടാക്റ്റും ഇല്ലല്ലോ. ഇപ്പൊ അവർക്കൊക്കെ ഭയങ്കര പിടിപാടില്ല. ഭയങ്കര ശരി. അതൊക്കെ പറഞ്ഞാൽ നമുക്ക് അവിടെ പോകുമ്പോൾ പേര് ഒരു വിജനമായ ആരോരും ഇല്ലാത്ത സ്ഥലം. എന്ത് സംഭവിച്ചാലും ആ ഉൾവനത്തിനകത്ത് എന്ത് നടന്നാലും ആരും അറിയത്തില്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ ഇനി പിള്ളേരൊന്നും പോയി കാണാനൊന്നും പറ്റത്തില്ല അല്ലേ? നമ്മളെ കാണിക്കില്ല ഇല്ല. അല്ലെങ്കിൽ പിന്നെ അവർ പേരൻസ്മാർ പിന്നെ ഈ പുറത്തുനിന്നുള്ളവർ രഹസ്യം അറിയാൻ വേണ്ടി ഫോൺ കൊടുത്ത് പിള്ളേരെ വിടുമായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വിടാനായിരിക്കാം. അങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്തു. ഈ പെണ്ണ് മഹാപെണ്ണ കേട്ടോ. ഈ അനാമിക എന്ന് പറഞ്ഞ പെണ്ണേ, അവളായിരുന്നു ഇവിടുത്തെ ചാരത്തി. മഹാപെണ്ണ പെണ്ണാ കൊച്ചു. ഒരു മനുഷ്യത്തില്ലാത്ത കൊച്ചാ കൊച്ചു. അതുകൊണ്ട് അനുഭവിച്ചത് എല്ലാം എന്തായാലും കിട്ടി. ഇനി സാധനം നടത്തുമോ ഇനി? ഒരിക്കലും ഇല്ല. ഇത്രയും ക്രൂരിറ്റി കാണിച്ചാൽ അവർക്ക് കൊച്ചുങ്ങളെ കൊടുക്കണ എങ്ങനെയാണ്? അമ്മമാരെ സേഫ് ആക്കണം. ഈ അമ്മമാരെ അവിടെ വിട്ടു കൊടുക്കും. അത് വിട്ടു തരണ്ടേ? അമ്മമാരെ ഉപദ്രവിച്ചതിന് തെളിവുണ്ടല്ലോ. ഐവിറ്റ്നസ് ശരി. അവർക്കൊന്നും ഫുഡൊന്നും കൊടുക്കത്തൊന്നുമില്ല. ഇത് ശരിയാണ്. അവർ ഈ കൊച്ചും പറയാം അവിടെ വൃത്തിയാക്കാനും കഷ്ടം. ഈ കൊച്ചിനെ കൊണ്ട് ഈ കൊച്ചിന് വന്നത് ഈ വാദം ഉണ്ടായിട്ട് ഈ വിരലുകളെല്ലാം നമ്മൾ ചോറ് ഉരുട്ടുന്ന നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ഇരിക്കത്തില്ല, ചോറ് ഉരുട്ടാൻ അതുപോലെ ഇരിക്കും. ആ വേസ്റ്റുകൾ ഇവരെ പാർട്സ് പീരീഡ്സ് കഴിഞ്ഞുള്ള പാടുകൾ മൊത്തം കത്തിക്കാൻ ഈ കൊച്ചിനെ ഏൽപ്പിച്ചേക്കണേ. അതെ, കിച്ചൺ ക്ലീൻ ചെയ്യാൻ, അങ്ങനെ വേസ്റ്റ് എന്തുണ്ടെന്ന് അറിയുമ്പോഴത്തോട് കളയാനൊക്കെ ഒന്നും ഈ കൊച്ചിനൊന്നും വയ്യാത്ത വെച്ചൊക്കെയാ. എന്നിട്ട് അന്ന് ആ കൊച്ചിപ്പോൾ ഒരു 1.5 വർഷമായി. ആദ്യ സമയത്ത് ഇവർ ഗ്ലൗസ് ഒന്നും കൊടുക്കാത്തൊക്കെ സത്യം കൊച്ചിനൊന്നും കൊടുത്തിട്ടില്ല. അമ്മമാരുടെ മലവും മൂത്രങ്ങളെല്ലാം കൈകൊണ്ടായിരുന്നു ഇവർ പോയിരുന്നത്. ആ തുണിയും പേപ്പറൊക്കെ വെച്ചായിരുന്നു ഉപയോഗിക്കുന്നത്. അതൊക്കെ ഒരു വൃത്തികെട്ട രീതിയിലായിരിക്കും കിടക്കുന്നത്. അത് എന്തോ 26 വയസ്സുള്ള കൊച്ചൊക്കെ എന്തോ ചെയ്യാൻ അതിനകത്ത്. അതൊരു നെത്തോലി പോലും ചെയ്യുന്നത്. ആരോഗ്യം ഉണ്ടോ? 3 പിള്ളേരുണ്ടെന്നേ ഉള്ളൂ. അതിനെ കൊണ്ടൊക്കെ ഈ കിടന്ന് കഷ്ടപ്പെടുത്തുന്നത്. എന്നിട്ട് 2 കൊച്ചുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്ത് നമ്മളൊരു ഞാൻ ആ ഫോട്ടോ എൻ്റെ ഇട്ടുണ്ടായിട്ട് തരാം. ഒട്ട് കമ്മലുണ്ടല്ലോ, കുഞ്ഞു കമ്മല്, കുഞ്ഞ് എന്ന് ഒരു കണ്ണിലിട്ടറിയാൻ പറ്റാത്ത കുഞ്ഞു കമ്മല് ആ പിള്ളേർക്ക് 2 പേർക്ക് വാങ്ങിച്ചു കൊടുക്കും. 2 പ്രാവശ്യം. അത് അവരുടെ ശമ്പളം. പിന്നെ ഇന്നേ വരെ അതല്ല ഈ പോകുന്ന അന്ന് വരെ കുഞ്ഞുമായിട്ട് ജോലി ഏൽപ്പിച്ചു അവിടെ ആ കൊച്ചിനെ. ആരുടെ? ഗോപികയുടെ മക്കളുടെ കാര്യമാണോ? ഗോപികയല്ല, രമ്യ എന്നായി കൊച്ചിന്റെ പേര്. രമ്യ 3 പിള്ളേരുമാണ്. രമ്യ, അഭിരാമി, സുരഭി, സ്വരലക്ഷ്മി 3 പിള്ളേർ. കഷ്ടമുണ്ട്. എന്തോ ഞാൻ ഇനി ഡോക്ടർ സുനിലമ്മാമ ഉണ്ടല്ലോ നമ്മളെ പത്തനംതിട്ടയുള്ള വീടൊക്കെ വെച്ച് കൊടുക്കുന്ന അറിയാമോ? നമുക്കറിയാം. നമ്മുടെ വീടിന്റെ അടുത്ത് അമ്മയുടെ വീട്, അത് കുടുംബ വീട്. ഞങ്ങളോട് നല്ലൊരു അറിയാം. ഞാൻ ഈ അമ്മാമയോട് പറഞ്ഞിട്ട് കൊച്ചുങ്ങൾ വന്നിട്ട് ഇവർക്ക് ഒരു വീടൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ വീടും സേഫ് അല്ല കേട്ടോ. അതുകൊണ്ടും കൂടെ ഇത്രയും നാൾ അവിടെ നിൽക്കട്ടെ എന്നൊക്കെ വിചാരിച്ചത്. അതുകളൊന്നും ഇല്ല, കഷ്ടം. അങ്ങനെ ഉള്ളത് നമുക്ക് കുറച്ചൊക്കെ അവർക്ക് ഇത് കാണിക്കണ്ടേ അവർക്ക്. എല്ലാവരും വരുമ്പോണ്ടല്ലോ, അത് അവർ പറഞ്ഞാൽ കറക്റ്റാ. അല്ലാത്തവരൊക്കെ കൂടെ തുണി ഇട്ടുകൊണ്ടാ കൊച്ചുങ്ങൾ പറഞ്ഞാൽ ആരെങ്കിലും ഗസ്റ്റ് വരുമെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ചോദിക്കുക. അന്ന് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കൊണ്ടുവന്ന് നിർത്തും. ആ ദിവസം മാത്രം. എല്ലാ ദിവസങ്ങളും അതും ഇല്ല. വളരെ കഷ്ടം, വളരെ കഷ്ടം. അവിടെ വരുന്നവർക്കൊന്നും മനസ്സിലാകാതെ പോയത്. അല്ല, വരുന്നവർക്കെല്ലാം മനസ്സിലാവുന്നവരും ചെയർമാൻ അണ്ടറിലായിരുന്നു ഇവര്. ചെയർമാൻ നിയന്ത്രിക്കുന്നതിനകത്തും ചെയർമാനെ ഇവർ നിയന്ത്രിച്ചുകൊണ്ടും കൂടി ഇരിക്കുമല്ലായിരുന്നു. അതുമല്ലായിരുന്നു. അന്നേരം അതിന്റെ കീഴിലുള്ള അവർക്കൊക്കെ ചുമ്മാ വന്ന് ജസ്റ്റ് ഒന്ന് പോയെന്നല്ലാതെ അവിടെ കാര്യമായിട്ട് ഇൻസ്പെക്ഷൻ നടത്തിയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പിള്ളേരെ വിളിച്ച് സംസാരിക്കുകയൊന്നും ചെയ്തായിരുന്നെങ്കിൽ അത് അന്നേ അറിഞ്ഞേനെ. ഇത് ചുമ്മാ എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ഇവരും കൂടെ വന്ന് നിൽക്കുമ്പോൾ ആരെങ്കിലും തുറന്നു പറയുമോ? ജീവനെ പേടിയുള്ള ആരെങ്കിലും തുറന്നു പറയുമോ? ആരും പറയത്തില്ല. ഇപ്പൊ അവരങ്ങനെ ആക്ഷൻ എടുത്തത് പിള്ളേരെ ഒറ്റയ്ക്ക് വിളിച്ചു നിർത്തി ചോദിച്ചതല്ല. അതുകൊണ്ട് അവർക്ക് ആക്ഷൻ എടുത്തത്. അല്ലെങ്കിൽ അവരെടുക്കുമായിരുന്നു. നമ്മളിവിടെ വേറൊരു ടീമുണ്ട്. അവർ ഇങ്ങോട്ട് വിളിച്ചിട്ട് കാണാൻ വരണമെങ്കിൽ വന്നോളാൻ പറഞ്ഞു കൊച്ചുങ്ങളെ കാണണമെങ്കിൽ വന്നു. പക്ഷെ അവർ മെന്റലി നമ്മൾ വല്ലതും ചോദിച്ചാൽ അവർക്ക് വിഷമം വരുവേ. അപ്പൊ ഞാൻ പറഞ്ഞു 2 ദിവസം കൂടെ പോട്ടെ, അവർ 2 ദിവസത്തോടെ സ്വസ്ഥമായിട്ട് നിൽക്കട്ടെ. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ മനസ്സിന് ബലം വരും. അപ്പൊ നമുക്ക് പോയി ചോദിക്കാം എന്തായിരുന്നു എന്നുള്ളത്. അപ്പോഴും അവർ പറയും എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ ശരി 2 ഡേയ്സും കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ ഇത്രയും 42 പിള്ളേരുണ്ടെന്ന് അവർ പറഞ്ഞു കേട്ടോ മൊത്തം. ആ മേഡം പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു 42 പിള്ളേരെ നിങ്ങൾ ഒറ്റയ്ക്ക് പോയി കാണുമെങ്കിൽ അത്രയും കാര്യമായിരിക്കും. ഈ 42 പിള്ളേരെ നിങ്ങൾ കാണുമെന്ന് പറയണം. അങ്ങനെ വേണം ചെയ്യാൻ.
അല്ലാതെ നമ്മളിപ്പോൾ അല്ലാതെ കുറച്ച് പിള്ളേർ എല്ലാവരും അഭിപ്രായം അറിയട്ടെ. പിള്ളേർ പറയും ആരെങ്കിലും പിള്ളേർക്ക് സംസാരിക്കാൻ വേണ്ടി പിള്ളേർ കാത്തിരിക്കുമോ? കഷ്ടം. അതോ എന്തോ ദുഷ്ടത്തിയാന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് അവൾ അറിയുന്നുള്ള പണം എടുത്ത് അത് എന്തോ ഒരു ആഡംബരം. ഞാൻ അവർക്ക് എൻ്റെ നമ്പർ സേവ് ചെയ്തോണ്ട് അവർ നമ്പർ ഞാൻ സേവ് ചെയ്തോണ്ട് സ്റ്റാർട്ട് എന്തോ മേലെ ഓരോ ദിവസം അവർ പോയി ഓരോ സ്റ്റിച്ചിങ് സെന്ററിൽ പോയി തയ്ച്ചുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ പിന്നെ തുണി എടുക്കാൻ പോയി നിൽക്കുന്നത്, ബ്യൂട്ടി പാർലറിൽ പോകുന്നതിൻ്റെ എല്ലാ സ്റ്റാറ്റസുകളും ഇങ്ങനെ വരുവാണെങ്കിൽ അവർ എന്തോ ഡാൻസ് കളിക്കുന്നതിൻ്റെയോ റീൽസ് കളിക്കുന്നതിൻ്റെയോ കണ്ടകടച്ചാണെങ്കിൽ സാകരം അവർ തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും. എന്തൊന്നും ഇല്ലാത്ത സ്ത്രീക്ക് എങ്ങനെ ഇത്രയും പെട്ടെന്ന് കാശുണ്ടായി? അവിടെ എവിടെയെല്ലാം വസ്തുക്കൾ വാങ്ങിച്ച് വീട് വെച്ച് എവിടുന്നോ ഇവരെ കാണിച്ചോണ്ടല്ലേ അവർ അല്പം. അതെ, കുഞ്ഞും പോലത്തെ നോക്കിയെങ്കിൽ എന്താ കുഴപ്പം? കുട്ടിക്കും കൂടെ കൊടുത്തെങ്കിൽ ഈ പ്രശ്നം വരുമോ? വരത്തില്ല, ഒരു പ്രശ്നവും വരത്തില്ല. അവർ അതുപോലെ കയറി ചെയ്യുമായിരുന്നു. ചുമ്മാ എന്തെങ്കിലും ആൾക്കാണ്ട് പേര് കൊടുക്കുന്ന പോലെ. പട്ടികൾ പിന്നെ കഴിക്കത്തില്ലല്ലോ. പട്ടികൾ കൊടുത്ത ഈ ഫുഡ് അവരെ വീട്ടിൽ നിർത്തിയേക്കുന്ന ആ പട്ടിക്ക് ഈ ആഹാരം കൊടുത്താൽ ആ പട്ടി കഴിക്കും? ഒരു പട്ടിയും കഴിക്കത്തില്ല. അതുങ്ങൾക്ക് വേണം വൃത്തി. ഇത് കൊടുക്കുന്നത് തന്നെ മനുഷ്യനോ പാവം. അവർ പിന്നെ ആരും ചോദ്യം ചെയ്യാൻ ചെയ്യത്തില്ലല്ലോ. നമ്മളിപ്പോ കണ്ടത് ഞങ്ങളിപ്പോ ഞാൻ 3 കുട്ടി അമ്മയാണ് കണ്ടത്. ബാക്കിയുള്ളവരെ നമുക്ക് കോൺടാക്ട് ചെയ്യാം. അവരെ ഡീറ്റെയിൽ ഇപ്പൊ അവര് എവിടെയാണെന്നുള്ളത് എനിക്ക് വാട്സപ്പിൽ ആ സ്ഥലപ്പേര് ഇട്ട് തന്നാൽ മതി. ഞാൻ മറ്റേ മാറ്റിയൊരു വേറെ മേഡം ഉണ്ട് കേട്ടോ, മിനി എന്ന് പറയാം. ആ മേഡം നമുക്ക് ആദ്യം കൊച്ചിന്റെ മൊഴിയെ തിരുത്താൻ അവർ പറയുന്നത് രജനി അന്ന് എന്നോട് ഫസ്റ്റേ പറഞ്ഞു, രജനി അവിടെ നിന്ന് മാറ്റ്, കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് മാറ്റ്. നമ്മളിങ്ങനെ നമുക്ക് ഒരു ആരും എങ്ങനെ മാറ്റില്ല, ഇതൊന്നും മറ്റൊരു ഇതൊന്നും ഇതുമായിട്ടൊരു ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു മേഡം ഞാൻ എങ്ങനെ മാറ്റാനാ? ഞങ്ങൾ റിക്വസ്റ്റ് ഇട്ടു. അവർ ഈ ചെറുവാൻ തന്നെ പറഞ്ഞു പറ്റത്തില്ല അവിടെ തന്നെ അവർ നല്ല സേഫാ, പിന്നെ പറ്റത്തില്ല അവിടെ തന്നെ നിർത്താൻ പറഞ്ഞ് ഗിരിജ അവിടെ കൊണ്ടു നോക്കിയത്. എന്നിട്ട് അത് കഴിഞ്ഞപ്പം ഞങ്ങൾ 2 പ്രാവശ്യം പോയി ഇതുപോലെ പറഞ്ഞപ്പോൾ അയാൾ ദേഷ്യപ്പെടുന്ന പെണ്ണു നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മൾ ഹറാസ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഈ വീട്ടുകാർ ഞാൻ പറഞ്ഞു മേഡം നമ്മളെ കഴിയും നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും. പിന്നെ പൊന്നുമോളെ ഇരന്തൂർ ഒരു അച്ഛനും കൊച്ചമ്മയും കൂടെ നടക്കുന്നുണ്ട്, നല്ല സ്ഥാപനം, നിങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എത്തിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോളെ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ വിടുമോ? അതെങ്ങനെ എന്ത് നമുക്ക് ഈ ഒന്നും അറിയാത്തവർക്ക് ഇതെങ്ങനെ? അതിന് പറഞ്ഞു അവർ അന്ന് മുതൽ അവർ മെഴുകുതിരി എത്തിക്കുമായിരുന്നു. മേഡം പറയുമോ ഈ കൊച്ചുങ്ങളെ പോയി കണ്ട് ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥയും ഈ കൊച്ചിൻ്റെ അവസ്ഥയും കണ്ടപ്പോൾ അവർ പൊട്ടിക്കരങ്ങുന്നു അവിടെ. എന്നിട്ട് അവരാണ് ഈ കുഞ്ഞിനെ അവിടെ ഈ കോഴഞ്ചേരിയും ആ മറ്റേ മഹിളാ മന്ദിരത്തിൻ്റെ അടുത്ത് സ്കൂളില്ലാത്തതുകൊണ്ട് പിന്നെ അവരെ കുഞ്ഞിനെ മാറ്റണമെന്ന് പറഞ്ഞു മൂത്തോളെ. പക്ഷെ മൂത്തോളെ മാറ്റി കഴിഞ്ഞാൽ പറ്റത്തില്ല. ഈ അമ്മയും കുഞ്ഞുങ്ങളെല്ലാം ഒരുപോലെ ഒറ്റ ഒരു ഇതിനകത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങളോ അമ്മയും കൂടെ. അപ്പോൾ പറഞ്ഞു ഇനി കുഞ്ഞുങ്ങൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ കുഞ്ഞിനെ, അതുകൊണ്ട് മാറ്റണ്ട, മഹിളാ മന്ദിരത്തിലേക്ക് നമ്മൾ വിട്ടേക്കാൻ പറ്റും. അങ്ങനെ മഹിളാ മന്ദിരത്തിലാക്കിയത്. ആ മേഡം അതിന് ഭയങ്കര അവരെ നമിക്കണം കേട്ടോ, അവരാണ് കൂടുതലും. എന്നിട്ട് അവർ പറയാം എനിക്ക് പേടിയും. പക്ഷെ എന്നോട് ഈ മുളകുടി വരുത്തേച്ചെന്ന് പറഞ്ഞില്ലയോ, അത് ആരുടെയൊക്കെ പേരായിരുന്നു മേഡം? അത് അമ്പിളി എന്ന് പറഞ്ഞൊരു സ്ത്രീയില്ലേ, അവരുടെ മകളുടെ ദേഹത്താണ് ഇട്ടിരിക്കുന്നത്. ഒരു മോൾ അന്ന് അവിടെ നിന്നവർ പറഞ്ഞു. ഞാൻ പക്ഷേ രമ്യയോട് ചോദിക്കാൻ പറ്റും. ഞാൻ ചോദിച്ചു രമ്യ നിന്നെ എന്തെങ്കിലും മാറ്റി എൻ്റെ പൊന്നു ചേച്ചി. പിന്നെ അവർ അടിക്കാനൊക്കെ അവളെ അറിയാം, അഭിരാമി അടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴേ ഞാൻ അങ്ങ് ഇറക്കി കയറുമായിരുന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ആ കുഞ്ഞിനെ അടിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് വയ്ക്കാൻ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമായിരുന്നു പറഞ്ഞു. ഒരു കൊച്ചു പ്രതികരിച്ചാൽ ആ കൊച്ചിനെ അവിടുന്ന് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ കൊച്ചിനെ അവിടെ മാറ്റിയൊക്കെ ചെയ്തു പറഞ്ഞു. ആ കൊച്ചു ഒരു പ്രതികരിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഒരു പ്രാവശ്യം. പിള്ളേരില്ലേ ടീനേജ് പ്രായ പിള്ളേരാകുമ്പം പ്രതികരണ ശേഷി അവർ ചില പിള്ളേർക്ക് ഈ അപ്പനും അമ്മയൊക്കെ വിദേശത്തുള്ളവരൊക്കെ ഉണ്ടെന്ന് അതിനകത്ത്. അപ്പൊ അവര് താല്പര്യമായി പഠിത്തത്തിനുണ്ട് നല്ല എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള രീതി വിട്ട പിള്ളേരുണ്ടെന്ന് ഇതിനകത്ത്. അപ്പൊ അവർക്ക് വീടുകളിൽ പോയിട്ട് വരുമ്പോഴൊക്കെ ഓരോ സാധനങ്ങളെ കൊണ്ട് ഒന്നും ഇവർക്കൊന്നും കൊടുക്കാൻ വരും. ഇത് ഒളിച്ചും പാർത്തുകയും അതുകൊണ്ട് കയറുന്നത് എങ്ങനെ കൊണ്ടുവരാൻ അവരെല്ലാം ചെക്കിങ് ചെയ്തിട്ട് അകത്തും കയറത്തുള്ളൂ. അതൊക്കെ ഭയങ്കര ഒത്തിരി അനുഭവിച്ചു കേട്ടോ. 1.5 വർഷമൊക്കെ കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഫുഡുണ്ടോ? പിള്ളേരൊക്കെ കണ്ടാലും പറയാം ഫുഡുണ്ടോ? ഫുഡില്ല, ഒന്നുമില്ല. എന്തൊരു കഷ്ട സ്ത്രീ. എങ്ങനെ ഇവർക്ക് ഇത് കഴിയും? അവർ കണ്ടില്ല കൊളിച്ച് അടിച്ച് മക്കളും മരുമക്കളും എല്ലാം നല്ല ഇതിലല്ലേ അവരൊക്കെ ഇരിക്കുന്നത്. അവർക്ക് എന്താ മോൻ തന്നെ എന്തോ അണ്ണാ ചെറുക്കനെ. ആദ്യം ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ അവിടെ ചെന്നപ്പം അവൻ ഗൾഫിൽ നിന്ന് വന്നയാണെന്ന് പറയും. അപ്പൊ അന്ന് അവൻ ഓഫീസിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഇതെന്റെ മോനാണ് ഓഫീസിൽ നിന്ന് ഗൾഫിൽ നിന്ന് വന്നയാണെന്നൊക്കെ പറഞ്ഞ് അവർ ഞങ്ങളെ പരിചയപ്പെടുത്തിയൊക്കെ ചെയ്തു. നമ്മൾ ചെല്ലുമ്പോഴും നമ്മളോട് എത്ര പ്രാവശ്യം അവരൊക്കെ കൈയും കാലും പിടിച്ചിട്ട് വേണം പറയും അതിനകത്ത് കയറി കാണണമെങ്കിൽ. മിക്കവാറും ഫോൺ ചെയ്യാൻ അവർ കൊടുക്കത്തില്ല. ഇപ്പൊ വിളിക്കാം അത് ഗസ്റ്റ് ഉണ്ട്, ചുമ്മാ പറയാം ഗസ്റ്റും ഒന്നും ഇല്ല, ചുമ്മാ പറയുമോ. ചുമ്മാ പറയുന്ന ആദ്യകാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാറി സംഭവം. പിന്നെ എല്ലാം കാശ് കൊടുക്കുമായിരുന്നു കേട്ടോ. അന്നദാനത്തിനെ കാശ് കൊടുക്കുമായിരുന്നു അവിടെ. ഈ സായിപ്പ് വന്നപ്പോൾ ഉണ്ടല്ലോ ബിരിയാണി ആരും പിള്ളേർക്കെല്ലാം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് കൊടുക്കാം. അത് ഏതാണ്ട് കുറിച്ച് ഞാനത് വിട്ടു. അത് അവൾ അങ്ങനെ വേറെ അവിടുത്തെ മേഡം ഏതാണ്ട് വിട്ടുപോയത്. അത് ഏതാണ്ട് കുറിച്ച് പറയുന്നത് ചെയ്തു. അങ്ങനെയൊക്കെ കുറെ കാര്യം ചെയ്യാം. ഈ മുളക് പൊടി കാര്യം ചോദിച്ചില്ലല്ലേ നമ്മള്? ഞാൻ അന്നേരം അവിടെ നിന്ന് മറ്റേ മേഡം ആ മിനി എന്ന് പറഞ്ഞ മേഡം നീ പേര് പറയല്ലേ, മിനി എന്ന് പറഞ്ഞൊരു മേഡം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രജനി അവളുടെ ദേഹത്താണോ രജനി മുളക് പൊടി ദേഹിച്ചെന്ന് ചോദിച്ചു. അങ്ങനെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ സംസാരിക്കാൻ ഞാൻ കേട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ലോ നേരത്തെ ഒന്ന് പറഞ്ഞാൽ ഞാൻ അവളോട് പേടിച്ച് അവൾ പറയാതിരിക്കുമെന്ന് എന്തോ എനിക്ക് അറിയത്തില്ല, ഞാനത് ചോദിക്കാം എന്ന് പറഞ്ഞു. ശരിക്കും അവർ ഉപദ്രവിക്കും കേട്ടോ. ആ വർഷം എന്നൊക്കെ പറഞ്ഞ പിന്നെ മഹാപ്പന പിള്ളേർക്ക് അതുപോലെ വിദ്യാഭ്യാസം. ഇവരുടെ മകളല്ലേ? മകള് മഹാപ്പന കൊച്ചൊക്കെ. അഭിരാമി ആരാ? അഭിരാമി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല രമ്യയുടെ 3 പിള്ളേർ അഭിരാമി, സുരഭി, സ്വരലക്ഷ്മി. കൊച്ചുള്ള അഭിരാമി എന്ന് പറഞ്ഞാൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മറ്റേ കൊച്ചു അംഗൻവാടി പോകുന്നു. ഏതായത് പൊടി കൊച്ചു 2 വയസ്സുള്ള വെച്ചാൽ അങ്ങനെ കുഞ്ഞുങ്ങൾ അതിനെ എന്നാ ദൈവമേ കഷ്ടം. നമുക്ക് തന്നെ വിഷമം വരത്തില്ലയോ? അതോ അപ്പനും അമ്മയൊന്നും ഇല്ലാത്ത ഉപേക്ഷിച്ചതും അത് വളരെ നമ്മൾ അവർ എത്രയോ കെയർ ചെയ്യേണ്ടതാ. അപ്പനും അമ്മയും കൊടുക്കാത്ത സ്നേഹം ഇവർ കൊടുക്കണം. അതെ അതെ അതെ. അങ്ങനെ അവർ ചെയ്യുന്നത് അമ്മമാരെ അങ്ങനെ ചെയ്യേണ്ടത്. ഞാൻ ചോദിച്ചോട്ടെ എന്തായാലും ഇവർക്ക് ഇവിടെ എന്തായാലും ഒരു കിട്ടത്തില്ല മേഡം. ഇവരിങ്ങനെ സ്ഥാപനം നടത്തുന്നത് എന്തായാലും കിട്ടത്തില്ല ഇത്രയും പേർക്ക്. ഇടിവെട്ടി പോകുന്ന തലയിൽ ഇടിവെട്ടാത്ത എന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെ ആ പിള്ളേരുടെ ശാപം വെറുതെ വിടുവോ? വെറുതെ നടത്തില്ല. ജീവിതത്തിൽ അവർ സ്ഥാപനം നടത്തരുത്. ഇനിയെങ്കിലും അവര് ഒളിച്ചു നടക്കുന്ന ഗവൺമെന്റ് സപ്പോർട്ട് ചാനലുകാർക്കൊന്നും പേരില്ല. ശരി, ഒരു ചാനലിലോ വാർത്ത വന്നിട്ടേ ഇല്ല ഇല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പാവപ്പെട്ടതിന്റെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളോ ഇല്ലാത്തതുള്ളത് എല്ലാം പബ്ലിഷ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും ഇത്? ചിറ്റയും 24 മണിക്കൂറും ഫോട്ടോ എടുത്ത് നടക്കുമല്ലായിരുന്നു.
ചേച്ചി ഗോകുമാറി. അയാളുടെ പേര് അതിനകത്ത് ഉള്ളതുകൊണ്ടായിരിക്കും തോന്നുന്നു ഇത് കൂടുതൽ ഇങ്ങനെ ഒതുക്കുന്നത്. അയാളുടെ പേര് ഉള്ളതെന്ന് വെച്ചാൽ അയാൾ ഇങ്ങനെ ഫോട്ടോയിലൊക്കെ നിറഞ്ഞു നിൽക്കുകയല്ലേ? അയാളുണ്ട് അവിടെ വിദ്യ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ അല്ല. ചെയർമാന്റെ മുട്ടയുടെ ഈ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് അവരെ ഓഫീസ് അവർ നേരത്തെ അവർ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇന്നലെ, അലൂമിനിയം ഫാബ്രിക്കേഷൻ ഇട്ട ഒരു ഡോറായിരുന്നു, ഒരു ഗ്ലാസ് അങ്ങനെ ഒരു ഡോറായിരുന്നു. സിമ്പിൾ ആയിട്ട് സാധാ പൂട്ടിട്ട് പോയി. ഇപ്പോൾ അവിടെ ഗ്രില്ലായിട്ടേക്കുന്നു, വലിയ നല്ല കാനത്തിലെ ഗ്രില്ല് അവരെ ഓഫീസിന്റെ ഫ്രണ്ടില്. ആരും അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയായിരിക്കും. പിന്നെ സന്ധ്യാപല്ലവി പറഞ്ഞ മേഡം കേട്ടായിരുന്നോ? അവരെവിടെ ഒരു തറ ഇളക്കണമെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കേട്ടായിരുന്നോ? അവിടെ എന്തോ ഗുഹയോ അന്തരം ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടു. ഞാൻ സന്ധ്യയുടെ കാണാറില്ല. ഇല്ല, അവരുടെ തീരെ കാണാറില്ല ഞാൻ. എനിക്ക് എന്താണെന്നറിയില്ല, അവർ തീരെ കാണാറില്ല. സന്ധ്യാപല്ലവി കുറെ ഇപ്പൊ എത്ര യൂട്യൂബേഴ്സാണ് ഇതുവരെ എല്ലാം മാറ്റി കയറിയിരിക്കുമായിരുന്നു. എല്ലാവർക്കും പേര് കാണാം, എല്ലാം അറിയത്തില്ലെല്ലാം പേര് എല്ലാവർക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ളത് പുറത്തുകൊണ്ട് എന്റെ അമ്മ ഞങ്ങൾ അങ്ങ് പ്രാർത്ഥിക്കും കേട്ടോ. അമ്മമാരെ സേഫ് ആക്കണവരെ നമ്മൾ പ്രവർത്തിച്ചേ പറ്റും. അന്നേരം ഞാൻ ഒരു കാര്യം, എല്ലാ സ്ഥാപനത്തിലും ഇങ്ങനെ ഒരു കാണുമായിരിക്കുമോ ഈ അമ്മമാര്? നമ്മളിപ്പോ ആഹാരം കൊടുക്കാതെയൊക്കെ എങ്ങനെ കഷ്ടപ്പെടുത്തിയൊന്നും ഇല്ലെന്നേ. കഷ്ടം സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു വിസിറ്റിംഗ് ചെയ്യണം. ഇല്ല ഇടയ്ക്കൊക്കെ ചുമ്മാ എവിടെയെങ്കിലൊക്കെ സ്റ്റാഫായിട്ടൊക്കെ ചുമ്മാ കയറി ഇരിക്കുക വേണം, എന്നാലൊക്കെ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. സത്യം അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ അതങ്ങനെ ആരെങ്കിലും ചെയ്യണത്. നമ്മൾക്കൊക്കെ അറിയാമെന്നൊക്കെ ആരെങ്കിലും ചുമ്മാ എന്തെങ്കിലും തൂക്കുവാരൊക്കെ മതി. തൂക്കുവാരാകുമ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് കയറാമല്ലോ. ഈ CWC വെറും വേസ്റ്റാണ്. അവർക്കത് ആക്റ്റീവായിട്ട് ആളിറക്കി അന്വേഷിക്കേണ്ടതാണ്. അങ്ങനെയൊക്കെയാണ് അന്വേഷണങ്ങൾ. എല്ലാം ഈ മുതലും പരിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഈ കൈക്കൂലി അല്ലയോ, ഒരുമാരൊക്കെ ഇഷ്ടംപോലെ കാശ് കൊടുക്കുന്നുണ്ടോ. പക്ഷെ ഇങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ രംഗത്ത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ രംഗത്ത് ഇറങ്ങാമെങ്കിൽ കാര്യങ്ങളൊക്കെ മതി. എല്ലാവരും കയറിയേ അവിടെ. പക്ഷേ ഇത് ഞങ്ങൾ ഇതിന്റെ ആരംഭത്തിൽ ഈ കൊച്ചുങ്ങളെ അവിടെ ആക്കിയപ്പോഴും അതിന്റെ വീടിന്റെ അടുത്തുള്ള ആ സ്ഥാപനത്തിനോട് പണ്ട് മുതലേ താമസിക്കുന്നവർ ഞങ്ങളോട് പറഞ്ഞു, അവരുടെ വീട്ടിൽ നിന്ന് ആ അമ്മ ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് കൊണ്ടുവന്നത്. അവർ ഞങ്ങളുടെ ആരംഭത്തിൽ പറഞ്ഞാലും എടേ അവിടെ നിന്ന് ആക്കരുത്, മഹാ സ്വഭാവം, അവൾ മഹാ ഫ്രോഡാണ്. കാരണം അവള് ഞങ്ങൾ 2 കുട്ടികളും 2 സ്ത്രീയും ഇവർ 2 പിള്ളേരുമായിട്ട് ഫസ്റ്റിലെ അവരിവിടെ വന്നത്. വന്നു കഴിഞ്ഞിട്ട് ഇവരൊക്കെ വീടുകളിൽ ചെല്ലുമായിരുന്നു പൈസയ്ക്കും തുണികൾക്കൊക്കെ. അങ്ങനെ വാങ്ങിച്ചൊരു വാടക കെട്ടിടത്തിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരമ്മച്ചിയുടെ മോനുണ്ടോ ഇല്ല എനിക്ക് ഞാൻ മറ്റൊരു ചോദിച്ചിട്ട് ഞാൻ പറയാം. അങ്ങനെ അവരാണ് ഈ വസ്തു ഇവരെ നോക്കാനുള്ളതിനകത്ത് എത്രയോ സെന്റ് ഇവർക്ക് കൊടുക്കും. എനിക്ക് 4-3 സെന്റ് സ്ഥലം. ബാക്കി പിന്നെ വസ്തുക്കൾ എങ്ങനെ വന്നതെന്ന് പറയും. പിന്നാണ് അവർ വെച്ചടി കയറ്റമായി ട്രസ്റ്റ് ഇപ്പോഴാണ് രൂപീകരിച്ചത്. ഈ ഇടയ്ക്കാണ് അവർ ട്രസ്റ്റ് രൂപീകരിച്ച് കാശൊക്കെ ആയി. അതിന് മുമ്പേ കാശ് കിട്ടുന്നുണ്ടല്ലോ അവർക്ക്. എന്തായാലും സംസാരിച്ച് വിവരം തന്നത് ഭയങ്കര സന്തോഷം. ഞാനത് അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ എന്തായാലും പറഞ്ഞിരുന്നു ഇൻഫർമേഷൻ തരാമെന്നുള്ളത്. അല്ലെ അമ്മയടത്തിനൊക്കെ വേണം. പക്ഷേ CWC ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റത്തുള്ളൂ കുഞ്ഞുങ്ങളെയൊക്കെ. നിങ്ങൾ അല്ലാതെ കാണിക്കും, നമ്മൾ പോയാൽ കാണിക്കും. പക്ഷെ ട്രസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പൊ കൊണ്ടുപോയെടുത്തൊരു ട്രസ്റ്റ് ഉണ്ടാവും. അവർക്ക് ആ ലോക്കൽ കമ്മിറ്റി അവരൊരു ഡിസിഷൻ എടുത്തിട്ട് നമുക്കൊരു ടൈം തരും. നാളെ മറ്റന്നാളത്തേക്ക് സമയം തരും. അപ്പൊ നമുക്ക് പോയി എന്തായാലും ഞാൻ ഈ പറഞ്ഞ പിള്ളേർ പിന്നെ ഇവിടാണ് കേട്ടോ, മഹിളാ മന്ദിരത്തില. എന്തായാലും മേഡം അവരെയും കൂടെ നമുക്ക് പോയി കാണണം. എനിക്ക് ഡീറ്റെയിൽസ് ഒന്ന് ഇട്ടേക്കിട്ടെ. മഹിളാ മന്ദിരത്തിൽ പോയി കണ്ട് എല്ലാ കുഞ്ഞുങ്ങളും, ഒരു കുഞ്ഞിനെ പോലും ഒഴിവാക്കരുത്. സകല കുഞ്ഞുങ്ങളെ. ഒരു ചൈന കൊച്ചെന്ന് പറഞ്ഞൊരു കുഞ്ഞുണ്ടായിരുന്നല്ലോ, ചൈനയാണോ ജപ്പാനാണോ ഏതാണ്ടോ ഏതോ രാജകാരി. കഷ്ടം. അത് നല്ല സുന്ദരി കുഞ്ഞ്. എന്നിട്ട് അവർ ആരംഭത്തിൽ ഞങ്ങളുടെ അടുത്തില്ല, അയ്യോ ഇതെന്റെ മോളാണ്, ഇവിടെ ഞാൻ ദത്തെടുക്കാൻ പോവാ, ഇവിടെ ഞാൻ ദത്തെടുക്കും എന്ന് പറഞ്ഞിരുന്നത്. എന്നിട്ട് ആ കുഞ്ഞിനെ ഉപദ്രവിച്ചത്. കഷ്ടം. ഇത്രയും 42 കുഞ്ഞുങ്ങളെ നിങ്ങൾ കാണണം കേട്ടോ. എത്ര കുട്ടികളുണ്ട് അവിടെ? 3 കുട്ടികളും ഒരു അമ്മയും കൂടെ അവിടെ ഉള്ളത്. ഈ മറ്റേ കുഞ്ഞിനെ അടിച്ച കുഞ്ഞിനെ അതിന്റെ അപ്പുറത്ത് വേറൊരു ഡ്രസ് ഇവർക്ക് ഒരു ഓഫീസുണ്ട്, അവിടെ കൊണ്ട്. കോഴഞ്ചേരി ചെല്ലുക. കോഴഞ്ചേരി ചെന്നിട്ട് സ്ഥലം എങ്ങോട്ടാ പോകുന്നത് അത് എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഞാൻ അതിന്റെ നോക്കിയിട്ട് ഞാൻ എടുത്തു തരാം കേട്ടോ. മംഗളാ മന്ദിരം എല്ലാവരും അടിച്ചു നോക്കി, മംഗളാ മന്ദിരം അടിച്ചു നോക്കിയാൽ കോഴഞ്ചേരിയിലാണ് ഇതിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ. ഞാൻ അതും വേണം ഇട്ട് തരാം. ഇത് അവിടുത്തെ നമ്പർ ഇട്ട് തരാം കേട്ടോ. എന്തായാലും പോയി കാണണേ മേഡം. ബാക്കി എന്തെങ്കിലും ഞങ്ങൾ അയച്ചു തരാം കേട്ടോ. വിളിച്ച് പറയാൻ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. ശരി മാം, ശരി എന്നാ. ഞെട്ടിക്കുന്ന ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ ഇത്രയും നേരം വരെയും കേട്ടോണ്ടിരുന്നത്. ഇത് ചെറിയൊരു വിഷയമല്ല. ഇത് സമൂഹ മാധ്യമങ്ങൾ മുഴുവനും ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഇപ്പോഴും ആ ഒരു സ്ത്രീയെ എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ അമാന്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം, ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. കൂടുതലൊന്നും പറയുന്നില്ല. ഒന്നാമത് ഇപ്പം തന്നെ വീഡിയോ ഒരുപാട് ലെന്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അധികമൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.